ഓം ശ്രീ മഹാഗണപതേ നമഃ. മഹാസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഗുരുപരമ്പരായേ നമഃ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അഖിലദേവോ ഭവ. ബ്രഹ്മമേ ഒച്ചിറ പരബ്രഹ്മമേ നമഃ. ഓം ജടാധരജടാസമം ചിഗുരഭാരബന്ധിതം ജടാധരോജ്വലല്ലസത് വിശാലബാലമണ്ഡലം കൃപാകടാക്ഷബന്ധുരം സരോരുഹാക്ഷയുഗ്മകം തപോധനം പ്രഭാകരം പ്രണാമിയ ശിവശിവം. ദേഹസ്ഥനായ ശിവനായ ഞാൻ ഗുരുരൂപത്തിലിരിക്കുന്ന ശിവനായ അങ്ങയെ പ്രണമിക്കുന്നു എന്നാണ് ഇത് സമർപ്പിക്കുന്നത്. ഈ ധ്യാന ശ്ലോകം സാക്ഷാൽ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി തിരുവടികളെ ഇതുപോലെ ഒരു പീഠത്തിൽ കസേരയിൽ ഇരുത്തിക്കൊണ്ട് എൻ്റെ പിതാവായ പണിക്കർ സ്വാമി എന്ന് പറയുന്ന ഗുരുദാസ് ശിവയോഗികൾ രചിച്ചു നൽകിയതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുപ്രഭാതം എഴുതി. സംസ്കൃത പണ്ഡിതനായിരുന്നു പിതാവ്. കൈനക്കര കുമാരപിള്ള സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ സംസ്കൃതം എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷേ അദ്ദേഹം ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മാനേജരായിട്ട് 50 വർഷം ഇരിക്കേണ്ടി വന്നു. ശരിക്കും അദ്ദേഹം ഇന്ത്യൻ നേവിയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പോയി സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം INA ഇങ്ങനെ പഠിച്ച ജയ് ഹിന്ദ് പഠിപ്പിച്ചത് ഞാനും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയൊക്കെ കണ്ട് എറുവാട ജയിലിലൊക്കെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. ഒരു 25 വയസ്സിന് അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ ഇതൊക്കെ തന്നെ ആയിരുന്നില്ല അമ്പല ഭരണം. അപ്പം ഞാൻ കണ്ടതൊക്കെ ദേവാലയ കാര്യങ്ങളും സന്യാസിമാരും ഒക്കെ വരിക പോവുക ഇതൊക്കെ തന്നെ കണ്ടത്. ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരിമാരും ഒക്കെ കണ്ടു. പക്ഷെ അവരാരും ഈ മാർഗത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ് തലയിൽ തോന്നിയത്. ഈ മരണം കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ആളുകൾ പോകുന്നതെന്നറിയണം. അത് റിസർച്ച് ചെയ്യാനൊന്നുമല്ല. ഞാൻ മാത്തമാറ്റിക്സ് MSc പഠിച്ചതാണ്. ഫീസ് കൊടുക്കാതെ SD കോളേജിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് എഴുതി കൊടുത്തിട്ട് ഫീസ് കൊടുക്കാതെ പഠിച്ച ആളാണ്. ഒരു ടെസ്റ്റും ഇല്ലാതെ പഠിച്ചതാണ്. കൂട്ടുകാരെല്ലാം ടെസ്റ്റ് തന്ന് അന്ന് ഇതുപോലെ നാട്ടുകാർ സഹായിക്കും. 2ാം റാങ്കിൽ ഈ കണക്കിൻ്റെ പരീക്ഷ, അതായത് ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞ് ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്ന്. ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാ ടെസ്റ്റുകളും എഴുതി. പണ്ഡിതനായ അച്ഛൻ്റെ മകളായതുകൊണ്ട് ഭാഷാശക്തി കിട്ടി. അതുകൊണ്ടാണ് വ്യാകരണം കൊണ്ട് ഭാഷാശുദ്ധിയും യോഗം കൊണ്ട് ചിത്തശുദ്ധിയും ആയുർവേദം കൊണ്ട് ദേഹശുദ്ധിയും വേണമെന്ന തിരുമന്ദിരത്തിൽ നിന്നെടുത്താണ് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്, ആ നോട്ടീസിനകത്ത്. അപ്പോൾ ഈ ഭാഷാശുദ്ധി എന്ന് പറയുന്നത് വളരെ ബാല്യത്തിൽ കിട്ടി, പിതാശ്രീയിൽ നിന്ന് കിട്ടിയതാണ്. സംസാരിക്കുമായിരുന്നു. അങ്ങനെ കയറി വന്നൊരു വ്യക്തിയാണ്. പക്ഷെ എപ്പോഴും എൻ്റെ ചിന്ത ഈ മരണം എങ്ങനെ റിസർച്ച് ചെയ്യാനല്ല. കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറേ പഠിച്ചു വരും. ഈ പുതിയ സൈക്കോളജി, ഫ്രോയിഡിൻ്റെ സൈക്കോളജി ഒക്കെ ഞാൻ പഠിച്ചു വെച്ചു. അത് പഠിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ യാത്രയിൽ ഉപകരിച്ച്. എന്നെ വാക്കല്ലാതെ നോക്കുവോ, എന്നെ വാക്കല്ലാതെ തൊടുകയോ ചെയ്ത അന്നേരം എനിക്കറിയാം എൻ്റെ ആ ബോഡി തെറാപ്പിയൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ ഈ ആധുനിക സൈക്കോളജി എനിക്ക് ഉപകരിച്ചിട്ടുണ്ട്. അത് ആർക്കും അറിയത്തില്ല. ഞാനിങ്ങനെ വീറായിട്ട് നടക്കുമ്പോൾ ഞാൻ ആരാണെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ എനിക്കറിയാം. കണ്ണും ശരീരമൊക്കെ നോക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടും. അത് പരഹൃദയജ്ഞാനമൊന്നുമല്ല, സൈക്കോളജിയാണ്. അതിനൊന്നും വേണ്ടിയിട്ടല്ല. എൻ്റെ വീട്ടിലെല്ലാവരും മരിക്കുക. കുടുംബം ISROയുടെ ചെയർമാനുള്ള കുടുംബം, MRR ഗ്രൂപ്പ്. പിന്നെ എന്താ പറയുന്നത്, എല്ലാം വലിയ ആളുകളാണ്, ചീഫ് സെക്രട്ടറി, ഇവരെല്ലാം വലിയ ആളുകളാണ്. അകാല മൃത്യു സംഭവിക്കുക, ഇടമൊരുക്കാതെ ചാവുക അമ്മാവന്മാരുമൊക്കെ. അപ്പം ഇത് കണ്ട് മടുത്ത് നമുക്ക് വയ്യാതായി. എനിക്കാണെങ്കിൽ മനോബലമില്ല ഇതൊക്കെ കാണാനും കേൾക്കാനും. ഇങ്ങനെയൊക്കെ
വാക്കുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും പറയൂ എന്ത് ബോൾഡാണ് രമാദേവിയാണെന്ന്. സത്യത്തിലല്ല, വീഡിയോയിലിരുന്ന് പറയുന്നതേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ അറിയാണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിലും. അപ്പോൾ മനോബലം എനിക്ക് ഒട്ടും ഇല്ലാതെ വരുന്ന ഈ മരണം കണ്ട് ഞാൻ മടുത്തു. ഇനി ആരാ മരിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് മരണാനന്തരം എന്തെങ്കിലും ഉണ്ടോ, മരണം എങ്ങനെ ഉണ്ടാകുന്നു, ഇതാണ് ആധുനിക ആളുകൾ പറയുന്ന ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, തോട്ട് വേവ്സ്. ഇത്രയും പേരുടെ തോട്ട് വേവ്സാണ് ഇവിടെ ഈ അഗസ്ത്യ പരമ്പരയിൽപ്പെട്ട സ്വാമി പ്രേംജി ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിനങ്ങേപ്പുറം ഞാൻ ഈ 80 കൊല്ലത്തിന് ഒരു സംഭവം കേട്ടിട്ടില്ല. ഉപനിഷത്ത് കോട്ട് ചെയ്യുക, സ്വാമി വിവേകാനന്ദനെ എൻ്റെ കാര്യങ്ങൾ കോട്ട് ചെയ്യുക. ശ്രീനാരായണ ഗുരു പറഞ്ഞു ഈ കോട്ട് ചെയ്യുന്ന സ്വാമിമാരെ ഞാൻ കണ്ടുള്ളൂ ഈ കേരളത്തിൽ ഇറങ്ങി നടന്നിട്ട്. ഇതുപോലെ സംഭവം തരുന്നവരെ കിട്ടിയിട്ടില്ല. അതിനാ ഇവരെ കണ്ടുപിടിച്ചെടുത്തത് തന്നെ ഞാനും എൻ്റെ നിങ്ങളുടെയും തോട്ട് വേഴ്സ്. അപ്പോൾ എൻ്റെ തോട്ട് വേഴ്സ് ആയിരിക്കാം എന്നെ നിങ്ങളെ എൻ്റെ മഹത്വം പറയാനല്ല, എന്താകണമെന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്, നാട്ടുകാരല്ല. എന്താകാം, എന്തുവരെ ആകാം, നമുക്ക് പോസിബിലിറ്റീസ്. ആ 2 കാര്യമാണ് ഞാൻ നിങ്ങളിപ്പം ഭഗവാനെ സാക്ഷി നിർത്തി ഞാനിവിടെ പറയുന്നത്. എന്തുമാകാമോ എന്ന് ചോദിച്ചാൽ ആകാൻ പറ്റത്തില്ല. ഈ ജന്മത്തിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എന്താകണമെന്ന്. അത് അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ പുറകോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുമെന്നുള്ളത്. അപ്പോൾ എന്താകാം, എന്തുവരെ ആകാം, ഇനി എന്താകണമെന്നുള്ളത് അടുത്ത ജന്മത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതാ. അപ്പം എന്താണ് നാം എന്നറിഞ്ഞെങ്കിലേ ഇത് 3 സാധിക്കുകയുള്ളൂ. ഇത് 3 നമുക്കറിയില്ല. എല്ലാം ദൈവം നോക്കിക്കോളും. ഇങ്ങനെ അങ്ങ് പോകട്ടെ. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമാജം. പോരാ, എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ ആ ജന്മത്തിൻ്റെ 2-3 ഉദ്ദേശങ്ങൾ ഞാൻ പറയാം. 2-3 സമയം ഒത്തിരി ഞാൻ എടുക്കില്ല. ഗുരുവിൻ്റെ മഹിമ ലോകത്ത് പ്രചരിപ്പിക്കാനും കൂടുതൽ ഗുരുവിനെ തെളിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് എൻ്റെ ജന്മമെന്ന് ഞാൻ മനസ്സിലാക്കിയ ആൾ. അപ്പോൾ അത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് ഞാൻ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹത്തിൻ്റെ കർത്തവ്യം, പ്രപഞ്ചത്തിൻ്റെ ആവശ്യം ഞാൻ നിർവഹിക്കാം. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഞാൻ ജനിച്ചത് കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ, പുന്നപ്രയിൽ, വാരിക്കുന്തം എടുത്ത ഗ്രാമത്തിൽ. ഒരു അധപ്പതനം, ദൈവവിശ്വാസത്തിൻ്റെ അധപ്പതനത്തിൻ്റെ വക്കിലാണ്. 47-ലാണ് ഞാൻ ജനിക്കുന്നത്. ഒട്ടും അറിവില്ല ആർക്കും. അല്ലെങ്കിൽ പീരങ്കിക്ക് നേരെ വാരിക്കുന്തം എടുക്കത്തില്ല. പക്ഷെ അവിടെ സാത്വികനായ ഒരു മുത്തശ്ശൻ, ഗ്രാമത്തിൻ്റെ അധികാരി, ജനങ്ങളെ സേവിക്കുന്നത് ഞാൻ കണ്ടു. സംരക്ഷണവും ആഹാരവും. അപ്പോൾ അതെൻ്റെ പതിവായി, സംരക്ഷണവും ആഹാരവും ചെയ്യണം എല്ലാവർക്കും ഒന്ന്. അവിടെ നിന്നൊക്കെ കടന്നു വന്ന് കാലം എന്നെ വിവാഹിതയാക്കി. കാലം എന്നെ തിരുവനന്തപുരം നഗരത്തിലെത്തിച്ചു. കാലം എന്നെ അവിടെ നിന്നാണ് എൻ്റെ പ്രയാണം. ഞാൻ എല്ലാ ഗുരുക്കന്മാരെയും കണ്ടു. ചിന്മയാനന്ദ ഗുരുദേവൻ്റെ പ്രഭാഷണങ്ങൾ, ഗീതാ പ്രഭാഷണം എനിക്ക് 75കളിൽ ശരിക്കും മനസ്സിലാക്കാം. ഒന്നും അറിയത്തില്ലെങ്കിലും കേൾക്കാൻ പറ്റി. എല്ലാ ദിവസവും യജ്ഞത്തിന് പോകും. കുറേ കിട്ടി. സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ തിരുവടികളെ ഇപ്പോൾ അവിടെ ഉപാസനയുടെ ബലം ഞാൻ കണ്ടു. ഹനുമാൻ സേവ, നീലകണ്ഠ തീർത്ഥപാദര്. അവിടെ ഞാൻ സിദ്ധറുകളെ ഒത്തിരി കണ്ട്. തിരുവനന്തപുരത്ത് ഒത്തിരി സിദ്ധറുകളുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് ആ വഴിക്ക്. അതുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ ബോധം സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, എന്താണെന്ന് പിടികിട്ടുന്നില്ല. തീരെ മോശപ്പെട്ട ജീവിതമായിരുന്നു എൻ്റെ 27കളിൽ. ഗൃഹസ്ഥ ജീവിതവും ഉദ്യോഗ ജീവിതവും ഒക്കെ വളരെ വളരെ മോശപ്പെട്ട. അതൊന്നും പറഞ്ഞ് ആരുടെ മനസ്സ് പിണ്ണാകണ്ട. എല്ലാവരും സന്തോഷിപ്പിക്കുകയാണ് എൻ്റെ ജോലി. അല്ലാതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ഞെളിയാനല്ല. എല്ലാവരും സന്തോഷിപ്പിക്കണം. എൻ്റെ ലക്ഷ്യം അത് തന്നെ. എല്ലാവരും ചിരിക്കണം. ചിരിക്കേണ്ട വക ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ നിന്ന് കിട്ടി. ഷിർദി ബാബയെ പോലെ ഒരു മഹാത്മാവിനെ ഞാൻ കാണും. എന്നും ഭിക്ഷയ്ക്ക് വരും ബുധനാഴ്ച തോറും. അപ്പം എനിക്ക് 2 കുട്ടികളായി. അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഷിർദി ബാബയാണ്, നിങ്ങളെ ഈ അപ്പൂപ്പനെ എവിടെ കണ്ടാലും പിടിച്ചുകൊണ്ട് വരണമെന്ന്. ഭിക്ഷ കൊടുക്കും. ഞാനങ്ങ് ആരോപിക്കപ്പെട്ടത് ഷിർദി ബാബയാണ്. ആ ഇടയ്ക്കൊരു സിനിമയും വന്നു.